കണ്ണാടി നോക്കുമ്പോൾ ബൈസെപ്സ് ഒക്കെ ഗംഭീരമായിരിക്കാം അല്ലേ? പക്ഷേ ഒരു ടീഷർട്ട് ഇടുമ്പോൾ ഈ പറഞ്ഞ മസിലുകളുടെ ഗാംഭീര്യമൊക്കെ എവിടെ പോയി എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? വലിയ അപ്പർ ബോഡി ഉണ്ടായിട്ടും ഫോറാമുകൾ മെലിഞ്ഞിരുന്നാൽ മൊത്തത്തിലുള്ള വിഷ്വൽ അപ്പീൽ പൂർണ്ണമായും നശിച്ചുപോകും. അപ്പോ എപ്പോഴും പുറത്തു കാണുന്ന ഫോറാമുകളെ വികസിപ്പിച്ച് എങ്ങനെ ശക്തമായൊരു ലുക്ക് സ്വന്തമാക്കാമെന്നാണ് നമ്മൾ ഈ വിശദീകരണത്തിലൂടെ നോക്കാൻ പോകുന്നത്. എന്തിനാണ് വലിയ ബൈസെപ്സുകൾ ടീഷർട്ടിനുള്ളിലിങ്ങനെ മറഞ്ഞു പോകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് വലിയ നെഞ്ചും സിക്സ് പാക്കുമൊക്കെ ഉണ്ടാകാം, പക്ഷേ നിങ്ങളുടെ കൈത്തണ്ടുകൾ വെറും വേവിക്കാത്ത ന്യൂഡിൽസ് പോലെയാണെങ്കിലോ? ആകെപ്പാടൊരു സങ്കടമല്ലേ? ഫോറാമുകൾ വളർത്തുക എന്നതാണ് ശക്തമായി കാണപ്പെടാനുള്ള യഥാർത്ഥ ചീറ്റ് കോഡ്. കാരണം നമ്മൾ എന്തു വസ്ത്രം ധരിച്ചാലും അവ എപ്പോഴും പുറത്ത് കാണുന്നവയാണ്. ഈ കാണുന്ന ചിത്രം ശരിക്കും ആ വ്യത്യാസം കൃത്യമായി കാണിക്കുന്നുണ്ട്. ടീഷർട്ടിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന അപ്പർ ആമുകളും എപ്പോഴും പുറത്ത് കാണുന്ന ഫോറാമുകളും തമ്മിലുള്ള വ്യത്യാസം അത്ഭുതപ്പെടുത്തുന്നതാണ്. വലിപ്പമുള്ള ഫോറാമുകൾ കാഴ്ചയിൽ തന്നെ ഒരു പവർഫുൾ ലുക്ക് നൽകും. പൂർണ്ണമായി വസ്ത്രം ധരിച്ചിരുന്നാൽ പോലും ട്രെയിൻ ചെയ്താൽ റോഡ് മാപ്പ് പോലെ ഞരമ്പുകൾ തെളിഞ്ഞു കാണുന്ന അപൂർവം മസിലുകളിൽ ഒന്നാണിത്. അത് നിങ്ങളുടെ ആകാരത്തിന് ഒരു പ്രത്യേക ഗാംഭീര്യം നൽകുന്നു എന്ന് തന്നെ പറയാം. അപ്പോ ഇന്നത്തെ നമ്മുടെ അജണ്ട ഒന്ന് വേഗം നോക്കാം. 1. ദ ടീഷർട്ട് ഡിലമ. 2. ബിയോണ്ട് ദ വിഷ്വൽസ്. 3. ദ ജനറ്റിക് റിയാലിറ്റി ചെക്ക്. 4. മസിൽസ് ഫോർ ദ 3D ലുക്ക്. 5. അൺബ്രേക്കബിൾ ഗ്രിപ്പ് സ്ട്രെങ്ത്. അവസാനം 6. ദ ബ്ലൂ പ്രിന്റ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കൈമുട്ടിന് താഴെയുള്ള വിഷ്വൽ അപ്പീൽ പൂർണ്ണമായി മാറ്റാനുള്ള പക്കാ ഒരു മാസ്റ്റർ പ്ലാനാണിത്. ഒന്നാമത്തെ സെക്ഷൻ ദി ടീഷർട്ട് ഡിലമ. രണ്ടാമത്തെ സെക്ഷൻ ബിയോണ്ട് ദ വിഷ്വൽസ്. കാഴ്ചയ്ക്കപ്പുറം എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഫോറാം എന്ന് പറയുന്നത് വെറും ഷോ ഓഫ് മാത്രമല്ലട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന്റെ കരുത്തും നിങ്ങൾ ഉയർത്തുന്ന ഭാരവും തമ്മിലുള്ളൊരു പാലമാണിത്. എത്ര വലിയ ബാക്ക് മസിൽ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഗ്രിപ്പ് പോയാൽ പുള്ളപ്പും ഡെഡ്ലിഫ്റ്റും പൂർത്തിയാക്കാൻ കഴിയില്ല. അതായത് ഭാരമുള്ള ബാർബെൽ കയ്യിൽ നിന്ന് വഴുതി പോകുന്നത് ഇത് തടയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടെന്നീസ് എൽബോ അല്ലെങ്കിൽ ഗോൾഫേഴ്സ് എൽബോ പോലെയുള്ള കൈമുട്ട് വേദനകളെ ഇത് ഇല്ലാതാക്കുന്നു എന്നതാണ്. നിങ്ങളുടെ കൈത്തണ്ടയിലെ ഫ്ലെക്സറുകളും എക്സ്റ്റൻസറുകളും തമ്മിലുള്ള ബാലൻസ് നിലനിർത്താൻ സ്ട്രോങ് ആയ ഫോറാമുകൾ അത്യാവശ്യമാണ്. മൂന്നാമത്തെ സെക്ഷൻ ദി ജനറ്റിക് റിയാലിറ്റി ചെക്ക്. ഇവിടെ നമ്മൾ കുറച്ചു കാര്യങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെ കാണണം. നീളമുള്ള മസിൽ ബെല്ലുകളുള്ളവർ ശരിക്കും ഭാഗ്യം ചെയ്തവരാണ്, അതായത് ലോട്ടറി അടിച്ചവരാണ്. കാരണം അവർക്ക് കാഴ്ചയിൽ തന്നെ കട്ടിയുള്ള വലിയ ഫോറാമുകൾ പെട്ടെന്ന് ലഭിക്കും. എന്നാൽ ചെറിയ മസിൽ ബെല്ലുകളുള്ളവർക്ക് ആ വലിപ്പം കിട്ടിയില്ലെങ്കിലും വളരെ കൃത്യമായ ഡെഫിനിഷനോടുകൂടിയും ഞരമ്പുകൾ എടുത്തു കാണിക്കുന്നതുമായ ഒരു കിടിലൻ വിഷ്വൽ അപ്പീൽ നേടിയെടുക്കാൻ സാധിക്കും. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നോ? നിങ്ങളുടെ DNA കുറ്റപ്പെടുത്തുന്നത് നിർത്തിയിട്ട് നിങ്ങൾ ഒഴിവാക്കിയ വർക്കൗട്ട് സെറ്റുകളെ കുറ്റപ്പെടുത്താൻ തുടങ്ങുക. അതെ, നിങ്ങളുടെ ജനറ്റിക്സ് ഒരു പരിധി നിശ്ചയിക്കുന്നുണ്ടാകാം, എന്നാൽ സ്ഥിരതയോടെ വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ പരിധി വരെ തീർച്ചയായും എത്താൻ കഴിയും. നാലാമത്തെ സെക്ഷൻ മസിൽസ് ഫോർ ദ 3D ലുക്ക്. ബ്രാക്യോറേഡിയാലിസ്. പേരുകെട്ടിതൊരു ദിനോസറാണെന്നൊന്നും വിചാരിക്കില്ലേ. നിങ്ങളുടെ കൈമുട്ടിനോട് ചേർന്ന് ഫോറാമിന്റെ മുകൾ ഭാഗത്തായി കാണുന്ന മസിലാണിത്. ഫോറം വലുതായി കാണിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന നിങ്ങളുടെ കൈത്തണ്ടയ്ക്ക് ആ ഒരു കട്ടി നൽകുന്ന മെയിൻ മസിലാണിത്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം എന്താണെന്നോ? നിങ്ങളുടെ ഫോറാമിന് ആ ഗംഭീരമായ 3D ലുക്ക് നൽകുന്നതിന്റെ 90% വരുന്നത് ഈ ബ്രാക്യോറേഡിയാലിസ് മസിലിൽ നിന്നാണ്. അപ്പോൾ സംഗതി മനസ്സിലായില്ലേ? ഫോറാമുകൾ മനോഹരമാക്കാൻ നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത് ഈ പ്രത്യേക മസിലിനെയാണ്. അപ്പോൾ എങ്ങനെ ഇതിനെ ടാർഗറ്റ് ചെയ്യാം? ന്യൂട്രൽ അല്ലെങ്കിൽ പ്രൊണേറ്റഡ് ഗ്രിപ്പുകൾ ഉപയോഗിക്കുക എന്നതാണ് പ്രധാനം. രണ്ടുള്ളംകൈകളും പരസ്പരം അഭിമുഖീകരിക്കുന്ന രീതിയിലുള്ള ഹാമർ കേളുകൾ മികച്ചതാണ്. പക്ഷേ നമ്മുടെ യഥാർത്ഥ ഹീറോ എന്ന് പറയുന്നത് റിവേഴ്സ് കേളുകളാണ്. ഇത് ബ്രാക്യോറേഡിയാലിസിനെയും ഒപ്പം റിസ്റ്റ് എക്സ്റ്റൻസറുകളെയും ഒരുമിച്ച് വർക്ക് ചെയ്യിപ്പിക്കും. കൈമുട്ടുകളുടെ ആരോഗ്യത്തിനും വിഷ്വൽ ഗ്രോത്തിനും ഇത് സൂപ്പറാണ്. ഇനി ഫോറാമിലെ രണ്ടാമത്തെ ഗ്രൂപ്പായ റിസ്റ്റ് ഫ്ലെക്സറുകളെയും എക്സ്റ്റൻസറുകളെയും പറ്റി നോക്കാം. ഇവയ്ക്ക് അത്ര വലുതാകാനുള്ള കഴിവൊന്നുമില്ലെങ്കിലും കൈമുട്ടുവേദന ഇല്ലാതാക്കാൻ ഇവരെ ശക്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇതിനായി ആ റിസ്റ്റ് റോളർ വെച്ചുള്ള ട്രെയിനിംഗ് ഉണ്ടല്ലോ. കൈമുട്ടുകൾ ശരീരത്തോട് ചേർത്ത് വെച്ച് മുകളിലേക്കും താഴേക്കും റോളർ ചുഴറ്റുന്നത് നിങ്ങളുടെ മുട്ടുകളെ പൂർണ്ണമായും വേദനമുക്തമാക്കും. അഞ്ചാമത്തെ സെക്ഷൻ അൺബ്രേക്കബിൾ ഗ്രിപ്പ് സ്ട്രെങ്ത്. ഇനി നമ്മുടെ ഗ്രിപ്പ് സ്ട്രെങ്ത് കൂട്ടാൻ വിചിത്രമെങ്കിലും വളരെ ഫലപ്രദമായ 3 വഴികളുണ്ട്. 1. നിങ്ങൾക്ക് എവിടെ വെച്ചും ഉപയോഗിക്കാവുന്ന സ്പ്രിംഗ് ലോഡഡ് ഗ്രിപ്പറുകൾ. TV കാണുമ്പോഴൊക്കെ വെറുതെ ക്രഷ് ചെയ്യാവുന്നതേയുള്ളൂ. 2. ബാർബെല്ലുകളിൽ ചുറ്റാൻ കഴിയുന്ന കട്ടിയുള്ള റബ്ബർ ഫാറ്റ് ഗ്രിപ്പുകൾ. എന്നാൽ ബാക്ക് വർക്കൗട്ട് ദിവസങ്ങളിൽ ഇത് അമിതമായി ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണോട്ടോ. മൂന്നാമത്തേത് കുറച്ച് രസകരമാണ്. ഒരു ബക്കറ്റിൽ അരി നിറച്ച് അതിലേക്ക് കൈകളിട്ട് തിരിക്കുകയും അമർത്തുകയും ചെയ്യുക. കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാമെങ്കിലും ഇത് നിങ്ങളുടെ ഗ്രിപ്പും റിസ്റ്റും ഭയങ്കര സ്ട്രോങ് ആക്കും. അവസാനമായി 6ാമത്തെ സെക്ഷൻ ദ ബ്ലൂ പ്രിന്റ്.
ഓക്കെ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കിടിലൻ വർക്കൗട്ട് പ്ലാൻ ഇതാ. വർക്കൗട്ട് 1 ബ്രാക്യോറാഡിയാലിസിനായി 4 സെറ്റ് ഹാമർ കേളുകൾ, ഒപ്പം റിസ്റ്റ് റോളർ, ഗ്രിപ്പറുകൾ അല്ലെങ്കിൽ റൈസ് ബക്കറ്റ്. വർക്കൗട്ട് 2 ഹാമർ കേളുകൾക്ക് പകരം റിവേഴ്സ് കേളുകൾ ചെയ്യുക. ബാക്കിയെല്ലാം സെയിം. നിങ്ങളുടെ നിലവിലെ വർക്കൗട്ട് റൊട്ടീനിൽ ഇത് ചേർക്കാൻ വളരെ എളുപ്പമാണല്ലേ? തുടക്കത്തിൽ ആഴ്ചയിൽ 2 തവണ വെച്ച് ഈ ഫോറാം വർക്കൗട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുക. പിന്നീട് നിങ്ങളുടെ ശരീരം ഇതിനോട് പൊരുത്തപ്പെടുമ്പോൾ 3-4 തവണ വരെ ആക്കാം. കാരണം മറ്റു മസിലുകളെ അപേക്ഷിച്ച് നമ്മുടെ ഫോറാമുകൾ വളരെ പെട്ടെന്ന് റിക്കവർ ആകും എന്നതാണ് സത്യം. അപ്പോൾ ഈ വിശദീകരണം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു ചോദ്യം. ഈ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായ ഫോമും ഫുൾ ടെൻഷനും കൊടുത്ത് വർക്കൗട്ട് ചെയ്യുമോ? അതോ വലിയ വെയിറ്റ് എടുക്കാനുള്ള ഈഗോ കാരണം നിങ്ങളുടെ ഗെയിൻസ് കളഞ്ഞുകുളിക്കുമോ? ഈഗോ മാറ്റിവെച്ച് കൃത്യമായ ഫോമിൽ വർക്കൗട്ട് ചെയ്യുക. അടുത്ത തവണ നിങ്ങൾ ഷർട്ടിന്റെ കൈ മടക്കി വയ്ക്കുമ്പോൾ നിങ്ങളുടെ ആ 3D ഫോറാമുകൾ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുമെന്നത് 100% ഉറപ്പാണ്. ഈ വിശദീകരണം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. കീപ് ട്രെയിനിങ്.